ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. നിങ്ങൾക്ക് തംബ്നെയിലും ഈ കേക്കൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ചാനൽ എങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ഞാനെന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മാത്രമല്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കേക്കും കൂടി ഒരു കേക്കിൽ ഒതുക്കാന്ന്. എന്തായാലും 1K എന്നാണ് എൻ്റെ ഈ കേക്കിൽ എഴുതിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ബർത്ത്ഡേനേക്കാളും ഇതാണ് എനിക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നല്ല കേക്കിൽ എഴുതിയിട്ടുള്ളത്. 1K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് വന്നിട്ടുള്ളത് ഏത് പേജിൽ നിന്നാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ചിലപ്പോൾ ഇത് ഭയങ്കര പ്രഹസനമൊക്കെ ആയിട്ട്, കാരണം 1K എല്ലാം ആയുള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക, യൂട്യൂബ് എൻ്റെ വീഡിയോ ഒരു 20 അല്ലെങ്കിൽ 30 300 ഒക്കെ ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ചാനൽ 1K ആയിരിക്കണം. 1K എന്ന് പറഞ്ഞാൽ 1000 പേരാണ്. 1000 പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ്. മാത്രമല്ല ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് 20K ഒക്കെ വ്യൂ ആയിട്ടുണ്ട്. അതേപോലെ 10K 6K എല്ലാ വീഡിയോയ്ക്കും ഒരു എബോവ് 1K എനിക്ക് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് താങ്ക് യു ഉണ്ട് ഗൈസ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ മോട്ടറാക്കും, ചൈത്ര യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ അവരെന്നെ മോട്ടറൊക്കെ ആണെങ്കിലും എനിക്കിത് വലിയ കാര്യമാണ് ഗൈസ്. അല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ റൂംമേറ്റ്സ്, എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ്, എൻ്റെ കൂടെ കൊച്ചിയിലുള്ളവർ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ 1K അവരുടേതാണ്. കാരണം എന്താ പറയുക, അവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ എനിക്കറിയില്ല ഇത്രയും 1000 പേര് ആരൊക്കെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. പിന്നെ ഫ്രണ്ട്സൊക്കെ എന്നെ ചിലപ്പം യൂട്യൂബറെ എന്നൊക്കെ വിളിച്ച് മെസ്സേജ് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ യൂട്യൂബറെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റേ ജയറാമേട്ടൻ്റെ ആ എക്സ്പ്രഷനൊക്കെ ഇടയ്ക്ക് തോന്നും. ഭയങ്കര ഫീലിംഗ് പ്രൗഡാണ് ഇപ്പോൾ. ഒരുപാട് സന്തോഷം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനു പറയുന്നു, എൻ്റെ യൂണിവേഴ്സിറ്റി, എൻ്റെ കോളേജിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അതും എൻ്റെ വീഡിയോ കണ്ടിട്ട് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ. കാരണം വേറൊരു കുട്ടിക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് അറിയുമ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ആ കുട്ടി വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ചേച്ചി ഞാനിങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവിടുത്തെ ഹോസ്റ്റൽ വീഡിയോസൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടപ്പോൾ അതിന് ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ പാട്ട് പാടിയിട്ട് തന്നെയാണ് ഏകദേശം ഒരു 20K വ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, പിന്നെ അത് ഒരു പാട്ട് പാടിയിടാനുള്ളൊരു എന്താ പറയുക ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോയ്ക്ക് താഴെ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് കമൻറ്റ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നു. ത്വര കട്ട് ചെയ്യും. അതിന് മുന്നേ കേക്കിൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇവരെ കേക്കിനെ കുറിച്ച്. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അച്ഛനും അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എല്ലാത്തിനും ഞാൻ ഇവരുടെ അടുത്ത് നിന്നാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്. ഞാൻ ഇവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ച കേക്കാണത്. നല്ല രസമില്ല കാണാൻ. 1K സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മറ്റേ യൂട്യൂബിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ് എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കണം, കുറേ നേരം നിൽക്കണം. അതുകൊണ്ട് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റിയൊരു കേക്ക് വേണം, ക്യൂട്ട് കേക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ കേക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ കേക്ക് നമുക്ക് വന്നിട്ടുള്ളത് ലിറ്റിൽ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും പോയിട്ട് ലിറ്റിൽ കേക്ക്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ആൻഡ് ഓർഡർ കൊടുക്കുക. മലപ്പുറം ആണ് ഈ കേക്ക്സിൻ്റെ ഹോം ബേക്കർ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മലപ്പുറം ഏതെങ്കിലും കൊണ്ടോട്ടി, മലപ്പുറം ആ ഒരു മഞ്ചേരി റീജിയനിലുള്ളവർക്കൊക്കെ ഈ കേക്ക് ഓർഡർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. കസ്റ്റമൈസ്ഡ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ കേക്ക് വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കി തരും. ഏത് ഫ്ലേവർ ആണെങ്കിലും എല്ലാതും അവൈലബിൾ ആണ്. ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു തീം ആക്കിയിട്ടുണ്ട്. ഇവരടുത്ത് ഒരുപാട് തീമുണ്ട്. ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കയറി നോക്കിയാൽ മനസ്സിലാവും, ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതാട്ടോ 1K. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു തരും. 1K യൂട്യൂബേഴ്സിൻ്റെ ലോഗോ. നല്ല രസമല്ലേ. ഞാനിങ്ങനെ കേക്ക് കട്ട് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 1K ആയ കേക്ക് കട്ട് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1K ആയിരിക്കുകയാണ് ഫൈനലി. ഞാനിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. നല്ല രസമല്ലേ. നല്ല ഫീലിംഗ്. എനിക്ക് 1K കേക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു നല്ല സന്തോഷമുള്ളൊരു ഫീലിംഗ്.
1K സെലിബ്രേഷൻ ആൻഡ് എൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. ബർത്ത്ഡേൻ്റെ 1K എൻ്റെ കേക്ക്. അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ളതാണ്. എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മ അച്ഛൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട് എല്ലാവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് ഫോണിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ എന്നെ കണ്ട് അന്ന് പരിചയപ്പെടുന്ന എല്ലാ ആൾക്കാരെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ബസ്സിൽ വരുമ്പോൾ മീറ്റ് ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ചെയ്തവരുണ്ട്, പറയാണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ഈ കേക്ക്. ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനി നമുക്ക് 10K ആൻഡ് 100K ഒക്കെ കട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് തരണ ദൈവമേ. കത്തി ഇവിടെ വയ്ക്കാം കേട്ടോ. ഇതാ കേക്ക് ഗൈസ്, ഞാനും കഴിക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വലിയ സന്തോഷം ഇത്രയൊക്കെയാണ്. ഒരു കേക്ക് കട്ട് ചെയ്തു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ 1K സെലിബ്രേഷൻ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു മീ ആൻഡ് നിങ്ങളോട് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ ഗൈസ്.